ചെറിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലൊന്നും കൂടി ചെയ്ത് നോക്കിയാണി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇഞ്ചിക്ക് നല്ലൊരു റോൾ തന്നെ ഉണ്ടല്ലോ തലമുടി വളരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. മുടി വളരാൻ നല്ല സഹായം ചെയ്യുന്നൊരു സാധനമാണ് മക്കളെ ഇഞ്ചി. അത് നമുക്ക് അടുക്കളയിൽ ഓരോ രുചിക്കൂട്ടിൽ ഉപയോഗിക്കുക മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെയാണ് കറ്റാർവാഴ. ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും മുടി വളരാൻ നല്ലൊരു ഒന്നാം തരം മുതൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു തലയോട്ടിയിൽ നല്ലോണം രക്തോട്ടം വന്നെങ്കിലൊക്കെ തന്നെയാണ് മുടി വളരുള്ളൂ. അപ്പോൾ ഈ രക്തോട്ടം വളരാൻ വേണ്ടിയിട്ടുള്ള നല്ല 1-2 സാധനങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഞ്ചും പിന്നെ ഈ കറ്റാർവാഴയെ കുറിച്ച് പിന്നെ കൂടുതലൊന്നും പറയണ്ട, അത് എല്ലാവർക്കും കാണാപ്പാടാണ് അതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ ആ ഒരു ഇഞ്ചിയും ഒരു കറ്റാർവാഴയുടെ ലീഫും വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത് 3 വെച്ചിട്ടാണ് മക്കളെ നമ്മളത് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി ഒരുപാട് ഉപകാരപ്പെടും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റിലൊരു ലൈക്കും കൂടി ചെയ്ത് അങ്ങോട്ട് കണ്ടോളിട്ടാ. അപ്പോൾ ഞാൻ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ലീഫ് മതിയാവട്ടെ കറ്റാർവാഴൻ്റെ. അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി അതിൻ്റെ പരിപാടി തുടങ്ങല്ല വേണ്ടത്. അതിൽ നിന്നൊരു മഞ്ഞ കറ ഒലിക്കാണ്ടാവും. ആ ഒരു കറ എങ്ങാനും നമ്മളെ മുഖത്തോ ശരീരത്തോ എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിയായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ തലയിൽ പൊറ്റുന്ന സമയത്ത് ഇത് തലയിലായി കഴിഞ്ഞാലും തലയോട്ടിയും അതുപോലെ തന്നെ മുഖത്തോ നെറ്റിയിലൊക്കെ ഇത്തിരി ഇറ്റി കഴിഞ്ഞാൽ ഭയങ്കര ചൊറിയായിരിക്കും. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം, നമ്മളിത് നല്ലോണം കുത്തനെ ചാരി വെച്ചിട്ട് പിന്നെ ആ മഞ്ഞക്കറിയൊക്കെ ഇങ്ങനെ ഒലിച്ച് ഏകദേശം ആയി കഴിയുമ്പോൾ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി തോർത്തി എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ആ മുകൾ ഭാഗത്തെ തൊലി ഉണ്ടല്ലോ, അതായത് ഒരു സൈഡിൽ 2 സൈഡിലും വേണ്ട, ഒരു സൈഡിലെ തൊലി നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതിന് കത്തിയോണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക. പക്ഷെ കത്തിയോണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു ജെല്ല് പോവാൻ സാധ്യത ഉണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ എടുത്താൽ തന്നെ ആ ഒരു തൊലി റിമൂവായിട്ട് കിട്ടും. അപ്പം ഞാനിത് കൈകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളൊരു ജെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ജെല്ല് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാനൊരു അത്യാവശ്യം നല്ല കട്ടിയുള്ള ലീഫ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു കഷ്ണം എടുത്തു, ബാക്കിയുള്ളതും എടുക്കുന്നുണ്ട്. പക്ഷെ ആ തുഞ്ച ഭാഗത്ത് നമുക്ക് ജെല്ല് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ജെല്ല് വെച്ചാൽ തന്നെ നമുക്ക് ഒരാഴ്ചത്തോളം മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഹെയർ പാക്ക് തയ്യാറാക്കാൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, ചെറിയൊരു കഷ്ണം കൂടെ എടുത്തിട്ട് അതിൻ്റെ ഒരു ജെല്ലും കൂടെ എടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലീഫുമ്മൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ജെല്ലൊക്കെ നല്ലോണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പീൽ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെന്താ അറിയോ, ഈ ഒരു അലോവേര എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു അലോവേരൻ്റെ ആ ഇതുണ്ടല്ലോ അതൊക്കെ ഒന്ന് തലയോട്ടിയിൽ ആ ഒരു ലീഫോടെ തന്നെ ആ വേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലോണം ആ ഒരു തലയോട്ടിയൊക്കെ നല്ലൊരു ജെല്ലി രൂപത്തിലായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി. ഇപ്പം ഒരുവിധ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇഞ്ചി ഇപ്പോൾ കറിയിലിടാനുള്ളതല്ലേ, അതിപ്പോൾ മുടിയിൽ തേച്ച മുടിക്ക് എന്ത് ഗുണം കിട്ടാനുള്ളതെന്ന്. ഈ ഇഞ്ചി നീര് നമ്മളെ മുടിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുക, തലയോട്ടിയിലുണ്ടാകുന്ന രക്തോട്ടത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നരമ്പിനൊക്കെ ബ്ലോക്കായിട്ട് ചെറിയ നരമ്പാണ് ഈ തലയോട്ടിക്കുള്ളത്. അത് ആയിരക്കണക്കിന് എത്രയോ നരമ്പുകളുണ്ടാവും, പക്ഷെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ചെറിയ പൈതം മക്കൾ മുട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണൂലേ നരമ്പുകൾ ഇങ്ങനെ മരത്തിൻ്റെ ചില്ല പോലെ വേര് പോലെയൊക്കെ അതുപോലെ നിറയെ ഉണ്ട് കേട്ടോ. അതിൽ ചെറിയ നരമ്പിനൊക്കെ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണത്തിലൊക്കെ എന്താ പറയുക, നമ്മളെ മുടി വളരാൻ തീരെ ഒരു ഇതുണ്ടാവില്ല, കരുത്തുണ്ടാവില്ല. അപ്പോൾ ആ ഒരു മുടി വളരാനൊക്കെ നല്ല കരുത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഞ്ചി നീര് തട്ടിക്കഴിഞ്ഞാൽ ആ നരമ്പിൽ രക്തോട്ടൊക്കെ നല്ലോണം വർദ്ധിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഏകദേശം ഒരു 2 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നല്ലോണം ഒന്ന് കളഞ്ഞ് കഴുകി നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു കറ്റാർവാഴൻ്റെ ജെല്ലും പിന്നെ ഇഞ്ചിൻ്റെ കഷ്ണങ്ങളും കൂടെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കേട്ടോ.
അങ്ങനെ വെള്ളം ചേർക്കാതെ എന്ത് ചെയ്യുക, നല്ലോണം ഒന്നും കൂടെ അരച്ചെടുക്കുക. ആ 1 ഇഞ്ച് അരിഞ്ഞ് കിട്ടാനുള്ള വെള്ളമൊക്കെ അലവരൻ്റെ ജെല്ലിന് കഴിയും. അപ്പോൾ അത്രയും ഉണ്ടാവും. ഇനിയിപ്പോൾ വെള്ളം ചേർക്കാനേ പാടില്ല, ഒരിക്കലും ഒരു തുള്ളി പോലും വെള്ളത്തിന് അംശത്തിൽ തട്ടാൻ പാടില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും, കാരണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ വേഗം അരിഞ്ഞ് കിട്ടും. ഇനി ഇതിപ്പോൾ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇഞ്ചി തൊലി കളഞ്ഞുകൊണ്ട് ആ ഒരു തൊലിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ നോക്കിയിട്ട് തന്നെ എടുത്തോളി. പിന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇതുണ്ടല്ലോ, പാരാച്ചൂട്ടിന് വെളിച്ചെണ്ണൊക്കെ വാങ്ങിയിട്ട് തേക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതെടുത്താലും മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ലേശം ഒഴിച്ചിട്ട് നല്ല പോലെ ഒരു വെളിച്ചെണ്ണ ഇതിലൊക്കെ മിക്സാണ് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ ആവണക്കെണ്ണ, അത് ഒരു ലേശം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും നല്ലത് തന്നെയാണ്. പിന്നെ അതിപ്പോൾ എല്ലാവരും അടുത്തും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഞാൻ അതിൻ്റെ പേരിലാണ് ഞാനതിവിടെ കാണിക്കാത്ത. എൻ്റെ അടുക്കലുണ്ട്, പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട് അത്. പിന്നെ ഞാൻ ആവണക്കെണ്ണൊക്കെ ചിലപ്പോൾ രാത്രിയിലാണ് മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂട്ടിയിട്ട്. പിന്നെ എന്താ പറയുക, ആവണക്കെണ്ണൊക്കെ നിങ്ങൾ തലയിൽ ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇതിന് 3-4 ഇരട്ടി വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണം കേട്ടോ ചെയ്യാനല്ലാന്നുണ്ടെങ്കിൽ മുടിക്ക് പണി കിട്ടുകയുള്ളൂ. മുടി നല്ലോണം വളരുന്ന ആഗ്രഹിച്ചിട്ട് നേരെ കൊണ്ടുപോയി ഡയറക്റ്റായിട്ട് നമ്മൾ ആവണക്കെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ആകെ പണി കിട്ടും. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടി ചെയ്യണം. ഇനിയിപ്പോൾ ഇതിലൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ 1 സ്പൂണ് ആവണക്കെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 4 ഇരട്ടി വെള്ളം ഇതിലുണ്ടല്ലോ, നമ്മൾ അലവര ജെല്ലും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ 1 ടേബിൾ സ്പൂണ് ആവണക്കെണ്ണ ചേർത്തിട്ട് തലയിൽ പുരട്ടി കൊടുക്കട്ടോ. ഇനി ഞാൻ എന്താ പറയുക, ഇത് കുറച്ച് ദിവസത്തിന് ഒരാഴ്ചയൊക്കെ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ തലയിൽ ഇനിയിപ്പോൾ അധികം ഒരു ഉള്ളും നീളമൊന്നും ഇല്ലാത്ത മുടിയാണെങ്കിൽ കുറച്ച് തോനെ ദിവസത്തേക്ക് ഉണ്ടാവും. നല്ല ഉള്ളും കട്ടിക്കുള്ള മുടിയാണെങ്കിൽ കുറച്ച് ദിവസത്തിനേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളും കട്ടിയുള്ള മുടിയുള്ള ആളുകളല്ല ഇത് ചെയ്യാറ്, സാധാരണ തീരെ മുടിയില്ലാത്ത ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ കുറേ ദിവസത്തിന് തന്നെ മതിയാവും. ഇതുപോലുള്ള ഒരു ബോട്ടിലാക്കിയൊക്കെ കേട്ടോ. എന്നിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നേരം തേക്കാനൊക്കെ ഇപ്പോൾ ആ ഒരു ഒഴിച്ച പാത്രത്തിലും മിക്സിയിൽ ജാറിലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അത്രയൊക്കെ മതിയാവും. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇതിപ്പോൾ കുറേ ദിവസത്തിനുണ്ടാവും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഒരു അലവരൻ്റെയും ഇഞ്ചിൻ്റെയും കൂടി നീര് ചേർന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണമാണ്. പിന്നെ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക്. പിന്നെ ഇത് തേക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കുറച്ചൊക്കെ സമയം കഴിഞ്ഞിട്ട് എപ്പോഴാണോ കുളിക്കുന്നത് അതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക, തലയോട്ടി നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ വെളിച്ചെണ്ണ എണ്ണൊക്കെ നമ്മൾ കുളിക്കണതിന് മുമ്പ് ഇടുമല്ലോ, അത് ഇടുകയാണെങ്കിൽ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു വെളിച്ചെണ്ണൻ്റെ അംശത്തിലുണ്ടല്ലോ, അപ്പോൾ അത് മതിയാവും. എന്നിട്ട് മുടി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ചീകിയിട്ട് സ്കാൽപ്പിലൊക്കെ ചുറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് കൈയിൻ്റെ വിരലിൻ്റെ തുഞ്ചം കൊണ്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 വട്ടെങ്കിലും 3 ദിവസമെങ്കിലും ഇതൊന്ന് ചെയ്യട്ടോ. ഇതൊരു ആഴ്ചയിൽ 3 ദിവസങ്ങൾ ചെയ്ത് കുറച്ച് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ റിസൾട്ട് കിട്ടാൻ തുടങ്ങും. ഇനി അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.